നമ്മുടെ എം രാജീവ് കുമാർ എന്ന വ്യക്തി തെങ്കാശിനാഥന് ഒരു കമ്പ്യൂട്ടർ കൊടുത്തു. എന്നിട്ട് mail.com ചെക്ക് ചെയ്ത് നോക്കാം. തെങ്കാശിനാഥന് ഒരു കമ്പ്യൂട്ടർ കൊടുത്തു. mail.com ചെക്ക് ചെയ്യും. ആര്? എം രാജീവ്. അപ്പോഴുണ്ട് ചന്ദ്രമതി വെബ്സൈറ്റിനകത്തോട്ട് കയറി. ഇതൊന്നും അറിയുന്നില്ല. അവർ വെബ്സൈറ്റിൽ കയറി നിന്നിട്ട് നോക്കിയപ്പോൾ ഉണ്ട് അവിടെ എന്താ കാണുന്നത്? ബി മുരളി ചാറ്റൽ മഴയിലെ ഏകാഗിയായിട്ട് നിൽക്കുക. ചാറ്റൽ മഴയിലെ ഏകാഗിയായി ആര് നിൽക്കുന്നു? ബി മുരളി നിൽക്കുക. ചാറ്റൽ മഴയിലെ ഏകാഗി ബി മുരളി ഇങ്ങനെ നിൽക്കുന്നു ഏകാഗിയായിട്ട്. ഇവിടെ വെബ്സൈറ്റിൽ കയറിയ ചന്ദ്രമതിയാണ് കാണുന്നത്. അപ്പോൾ ഇതെങ്ങോട്ടാണ് പോകുന്നേ? ബി മുരളി ചാറ്റൽ മഴയിലെ ഏകാഗിയായിട്ട് ഇങ്ങനെ നിന്നാൽ മതിയോ? അപ്പോൾ ബി മുരളി പറഞ്ഞു, എം നന്ദകുമാറിൻ്റെ വാർത്താളി സൈബർ സ്പേസിൽ ഒരു പ്രണയ നാടകം നടക്കുന്നു, അത് കാണാനിറങ്ങിയതാണ്. അപ്പോഴാണ് ചാറ്റൽ മഴയിൽ ഏകാഗിയായി പോയത്. എം നന്ദകുമാറിൻ്റെ വാർത്താളി സൈബർ സ്പേസിൽ ഒരു പ്രണയ നാടകം നടക്കുന്നത് കാണാൻ പോവുകയായി. അപ്പോൾ ചന്ദ്രമതി പറഞ്ഞു, അതിനേക്കാൾ ഐസക് ഈപ്പൻ്റെ ക്രിസ്റ്റീന റൊസേറ്റി ഇൻ്റർനെറ്റിൽ ഉണ്ടല്ലോ, ക്രിസ്റ്റീന റൊസേറ്റി ഇൻ്റർനെറ്റിൽ കണ്ടുകൂടെ? ഐസക് ഈപ്പൻ്റെ അത് പറ്റില്ല. വിനു എബ്രഹാം ചില പ്രീ മോഡേൺ ഇടപെടലുകൾ നടത്തിക്കളയും എന്നാണ് മറുപടി. വിനു എബ്രഹാം ചില പ്രീ മോഡേൺ ഇടപെടലുകൾ നടത്തിക്കളയും. എന്നാൽ പിന്നെ നമുക്ക് തോമസ് ചെറിയാൻ്റെ സ്ക്രീനിൽ ശേഷിക്കുന്നത് എന്തെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം എന്തും നമുക്ക് പ്ലേ ചെയ്തു തരും. തോമസ് ചെറിയാൻ അദ്ദേഹത്തിനടുത്ത് യുവ തോമസ് ചെറിയാൻ്റെ സ്ക്രീനിൽ ശേഷിക്കുന്നത് എന്ത് എന്ന് നോക്കാം. അവിടെ ചിലപ്പോൾ എല്ലാം നമ്മൾ ഈ പറഞ്ഞത് എല്ലാം കിട്ടും. ഇതെല്ലാം mail.com വഴി തെങ്കാശിനാഥനൊരു കമ്പ്യൂട്ടർ കൊടുത്ത് എം രാജീവ് കുമാർ അപ്പോഴും ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എം രാജീവ് കുമാറിൻ്റെ ചെറുകഥകൾ സൈബർ കഥയാണ്. തെങ്കാശിനാഥനൊരു കമ്പ്യൂട്ടർ, mail.com, ചന്ദ്രമതിയുടെ വെബ്സൈറ്റ്, വേറെയും കഥകളുണ്ട് അവരുടെ. ബി മുരളിയുടെ ചാറ്റൽ മഴയിലെ ഏകാഗി, വാർത്താളി സൈബർ സ്പേസിൽ ഒരു പ്രണയ നാടകം എം നന്ദകുമാറിൻ്റെയും, ക്രിസ്റ്റീന റൊസേറ്റി ഇൻ്റർനെറ്റിൽ ഐസക് ഈപ്പൻ്റെയും, ചില പ്രീ മോഡേൺ ഇടപെടലുകൾ വിനു എബ്രഹാമിൻ്റെ രചനയാണ്. സ്ക്രീനിൽ ശേഷിക്കുന്നത് എന്ത് എന്നത് തോമസ് ചെറിയാൻ്റെ സൈബർ കഥയാണ്. അപ്പോൾ ഇത് ചില കഥകൾ മാത്രമാണ്, വേറെയും കഥകളുണ്ട്. എല്ലാം മനസ്സിലാക്കുക, അന്വേഷിച്ച് കണ്ടെത്തുക.